ഹായ് ഹലോ. ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്ന വഴിക്ക് തന്നെ നമ്മളെ സിന്ധു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞടി പുതിയ ടോപ്പും തുണിയൊക്കെ വന്നിട്ടുണ്ട്, എടുക്കാൻ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മഞ്ഞയെ വിളിച്ചു പറഞ്ഞു. മഞ്ഞയും ബാലമോളും ഓടി വരുവാണേ. എത്തുവാടി. അപ്പോൾ നമുക്കൊന്ന് കയറി കാണാവേ. അപ്പോൾ ഇതാണ് കേട്ടോ സിന്ധു ചേച്ചിയുടെ വീട്. പുതിയ കുർത്തീസൊക്കെ വന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് വാടി വന്ന് വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് എന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ച ആളാണ് കേട്ടോ. അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ എൻ്റെ തുണികൾ സ്റ്റിച്ച് ചെയ്യുകയും ചേച്ചി സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽസൊക്കെ ഞാൻ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. നോക്ക് ചേച്ചി, നോക്ക് നോക്ക്. ബാലു ബാലു കുളിയൊക്കെ കഴിഞ്ഞ് പിടിക്കായിട്ടിരിക്കുന്നേ. സിന്ധു ചേച്ചിയുടെ നോക്കത്തില്ല. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ ദിവാകോട്ടിൽ ഇതെല്ലാം ഇങ്ങനെ മടക്കി നീറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ മഞ്ഞ് ഓടിപ്പോയൊരെണ്ണം എടുത്തോട്ടോ ചേച്ചി, ഇത് കൊള്ളാം എന്നും പറഞ്ഞ് എനിക്ക് ഒരെണ്ണം എടുത്ത് തന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് വെച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞ് എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു. ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ പോയി ഞാൻ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടോ. കണ്ണാടിയിൽ പോലും നോക്കിയില്ലായിരുന്നു, എങ്ങനെ ഇരിക്കുന്നു കൂടി അറിയില്ല. നേരെ അങ്ങ് ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് ടോപ്പൊക്കെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ബാലമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല അമ്മയെന്ന് പറഞ്ഞു. പിന്നെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനതങ്ങ് മാറ്റി വെച്ച് ഓരോന്നായിട്ട് എടുത്ത് നോക്കുമായിരുന്നു. ടോപ്പ് ഇച്ചിരി പാർട്ടി വെയർ ടൈപ്പ് ടോപ്പും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഡെയിലി വെയർ ടൈപ്പ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മെറ്റീരിയൽസും ഉണ്ടായിരുന്നു, കുറച്ചധികം നല്ല മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ യൂഷ്വലി മെറ്റീരിയൽസ് അങ്ങനെ എടുക്കാറില്ല, പക്ഷേ ഇന്ന് കണ്ടപ്പോൾ രണ്ടെണ്ണം എടുത്തു കേട്ടോ. ഞാൻ ഇവിടെ അടുത്തുള്ള ജോലിക്ക് പോകുന്ന നമ്മൾ കുറേ പേര് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ടോപ്പ് എടുക്കാറുണ്ട്. നമുക്കിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ നല്ല വലിയ കടകളുണ്ടെങ്കിൽ കൂടി നമുക്ക് അടുത്ത് ഇങ്ങനെ ഒരു ആൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ നല്ല ക്വാളിറ്റിയും നല്ല തുണിയും എല്ലാം ഒക്കെയാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചേച്ചിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ നമുക്ക് തയ്ക്കാനും കൊടുക്കാം. പറയുന്ന കോലത്തിൽ പറയുന്ന രീതിയിൽ ചേച്ചി തയ്ച്ച് തരും കേട്ടോ. അപ്പോൾ ഇന്ന് കൊടുത്ത് നാളെ വേണമെന്ന് പറഞ്ഞാലും അപ്പോൾ തയ്ച്ച് തരുന്ന ഒരാളും കൂടിയാണ് ചേച്ചി. അപ്പോൾ ഒരുവിധമുള്ള എൻ്റെ ഡ്രസ്സും ടോപ്സും എല്ലാം ഇവിടെ നിന്നാണ്. നല്ല കളക്ഷൻസൊക്കെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ചേച്ചി അതുകൊണ്ട് തന്നെ ഏത് വന്നാലും ഉടനെ എന്നെ വിളിച്ച് പറയും. വന്ന ഉടനെ എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി വൈകിട്ട് ഞാൻ കയറിയതാണ്. അപ്പോൾ ഈ എടുക്കുന്ന ഈ ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം എല്ലാത്തിലും ഏത് ഡ്രസ്സ് എടുത്താലും അതിൽ ബ്ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞ് മഞ്ഞ കളിയാക്കിയോണ്ട് പിന്നെ അതങ്ങ് മാറ്റി ബ്ലൂ എടുത്തു. പിന്നെ ബ്ലൂവും എല്ലാത്തിലും ഉണ്ട്, എന്നാലും ഇതിൻ്റെ ബ്ലൂ ഞാൻ എടുത്തു, ബ്ലാക്ക് പിന്നെ അങ്ങ് മാറ്റി വെച്ചു. ബാലമോള് കൊണ്ടുനടക്കുന്ന ആ മെറ്റീരിയൽ എടുക്കമ്മേ നല്ലതമ്മയെന്നും പറഞ്ഞ് അവൾ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അത് ഇവരൊക്കെ എന്നെക്കാട്ടും കഷ്ടമാണല്ലോ. സിന്ധു ചേച്ചിയുടെ പാകിസ്ഥാനി ചുരിദാർ, ഇത് ഷാളയുള്ള ടോപ്പ് ഇല്ലേ? സൂപ്പർ ടോപ്പ്. ആ ടോപ്പ് അങ്ങനെ ആ പാകിസ്ഥാനി ഷോളുള്ള ബ്ലാക്ക് ചുരിദാർ ഞാൻ എടുത്തു കേട്ടോ. മഞ്ഞയ്ക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഷോളായിരുന്നു. അപ്പോൾ അത് അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഏതെടുത്താലും ഞാൻ വില ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. അതൊരു സ്വഭാവമായി പോയി. വില ചോദിച്ച് എടുക്കുകയുള്ളൂ. അപ്പം വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. 400-450 റേഞ്ചിലുള്ള ടോപ്പുകളൊക്കെ ആയിരുന്നു. പിന്നെ മറ്റേ പാകിസ്ഥാനി ടൈപ്പ് മാത്രം ഒരു 800-900 ആ റേഞ്ച് വരുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സാധാ വില കുറഞ്ഞ റേഞ്ചിലുള്ള ഡ്രസ്സസ് ആയിരുന്നു. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ടോപ്പ് ഞാൻ എടുത്തു കേട്ടോ. ഇതൊരു 450 ഉള്ളായിരുന്നു. നല്ല ഡെയിലി യൂസിന് പറ്റിയ സാധാ സിമ്പിളായിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു. പക്ഷെ പച്ചയില്ല നല്ലത്. ഷാജിക്ക് പച്ച ഉള്ളു. പാന്റിന്റെ തുണിയില്ലല്ലോ ആന്റി. അപ്പൊ പാന്റില് മറ്റേ കണക്ക് വെച്ചാൽ മതി. ഭയങ്കര പലാസല്ല, ഇതിന്റെ തന്നെ മോഡൽ ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ കുട്ടി ബാല. എനിക്ക് വേണ്ട. ചുരിദാർ കണ്ട് നിന്നുപോയി. അത് തിരിച്ചാണ് ഇടുന്നത്. അല്ല, നേരെ തിരിച്ചാണ്, നടക്കണ്ട. ഓരോരുത്തരും പോലെ ഇല്ല. അങ്ങനെ പിന്നെ 2 മെറ്റീരിയലും എടുത്തു, 2-3 ടോപ്പും എടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചു. ഓണത്തിനത്തേക്ക് എടുക്കാമല്ലോ.
അങ്ങനെ ഇതായിരുന്നു ഡെയിലി വെയർ ടൈപ്പായിട്ട് രണ്ടെണ്ണം എടുത്തത് ഞാൻ. നല്ലതായിരുന്നു. വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോഴും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ 2 കുർത്തീസായിരുന്നു. അപ്പോൾ അതും രണ്ടും അങ്ങ് എടുത്ത്. അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞ് ബാലമോൾ ഇതാ ഇവിടെ വിശാലമായി ഇരുന്നും കിടന്നുമൊക്കെ കാർട്ടൂണൊക്കെ കണ്ട് TV കണ്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആരെ വീടാന്ന് വെച്ചപ്പോൾ എന്നോട് പറയാം അറിയില്ലെന്ന്. എപ്പോൾ പോയാലും അവിടെ കയറി വിരവി മറിച്ചിട്ടിറങ്ങി വരുന്ന ആളാണ്. അങ്ങനെ ഇതാ ഇത് കണ്ടില്ലേ, നമ്മൾ വന്നപ്പോൾ എന്ത് നീറ്റാക്കി അടുക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ വലിച്ച് വാരി എല്ലാം ഇട്ട് നോക്കി അങ്ങ് തിരിച്ച് മറിച്ച് വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ സെലക്ഷനൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വെച്ച് വീഡിയോ ഒക്കെ എടുത്തൊന്ന് കറങ്ങി നിന്നൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞയ്ക്ക് എടുക്കാൻ നോക്കുവാണ് കേട്ടോ. അപ്പോൾ മഞ്ഞയ്ക്ക് എടുക്കാൻ നോക്കിയപ്പോൾ ആദ്യം എടുത്ത് ഒരെണ്ണം വെച്ച് ഒരു കളർ അങ്ങോട്ട് അവൾക്ക് സ്യൂട്ട് ആവുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ 2-3 എണ്ണം ട്രൈ ചെയ്ത് നോക്കി. ബാലമോൾ അവിടെ ഓടി ഇടന്ന് കളിക്കുകയാണ്. അപ്പോൾ എന്തേ മഞ്ഞ ഇതെടുത്തൊരെണ്ണം വെച്ചൊരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്ന വൈറ്റ് ഒരു പേസ്റ്റൽ കളറൊക്കെ കോമ്പിനേഷൻ വരുന്ന ഒരെണ്ണം. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അവൾക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുള്ള റിയാക്ഷൻ കണ്ടിട്ട് പിന്നെ അതെല്ലാം മാറ്റി വെച്ചപ്പോൾ ഞാൻ എടുത്ത് തന്നെ പാകിസ്ഥാനി ചുരിദാറിൻ്റെ വേറൊരു ടൈപ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് വൈറ്റ് എന്തായാലും വേണ്ട, പകരം ഓഫ് വൈറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ റെഡിമെയ്ഡ് ടോപ്പാണ് പറക്കി എടുക്കാറ് ഇപ്പോൾ പോയാലും. പക്ഷേ ഇപ്പം നല്ല മെറ്റീരിയൽസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മഞ്ഞയും എടുത്തു, ഞാനും എടുത്തു. അപ്പോൾ പിന്നെ അവിടെ തന്നെ തയ്ക്കാൻ കൊടുത്താലും ഓണമൊക്കെ അമ്മ ചേച്ചി എല്ലാം തയ്ച്ച് റെഡിയാക്കി തരും. സാധനങ്ങളെല്ലാം പർച്ചേസ് കഴിയുമ്പോൾ ഒരു ബുക്കിംഗ് എടുക്കും കേട്ടോ. ഒരു റേഷൻ കാർഡ് ബുക്കിനകത്തോട്ട് എഴുതും എല്ലാം. അങ്ങനത്തെ ഞങ്ങൾക്കൊക്കെ തുണി എടുത്ത് വിൽക്കും. പക്ഷേ ചേച്ചിയുടെ മോള് മീഷോയിൽ നിന്ന് 400 രൂപയ്ക്ക് ഓഫർ കിട്ടിയെന്നും പറഞ്ഞൊരു ധാവണി സെറ്റ് ഞങ്ങളെടുത്ത് കാണിച്ചു. അങ്ങനെ ഞങ്ങൾ കളിയാക്കുമായിരുന്നു കേട്ടോ. അമ്മ തുണി എടുത്ത് വിൽക്കുന്ന മോളിതോ മീഷോയിൽ പോയി പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കളിയാക്കുമായിരുന്നു. അപ്പോൾ ക്യാമറ കാണുമ്പോൾ അവൾ ഓടിക്കളയും കേട്ടോ, എന്നെ പിടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ എല്ലാ ബുക്കിലും എഴുതി വയ്ക്കും കേട്ടോ, കാരണം മറന്നു പോകാതിരിക്കാൻ വേണ്ട. പിന്നെ ഇപ്പോൾ എടുത്താലും നമ്മൾ പേ ചെയ്യുന്നതൊക്കെ പതുക്കെയൊക്കെ ആയിരിക്കും. ചിലപ്പം ഉള്ളപ്പോൾ തന്നാൽ മതിയടി എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊടുക്കും. കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും, ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കും. ഇത് ഈ കാണുന്നതൊക്കെ ചേച്ചിയുടെ മോളുടെ കലാവിരുതാണ് കേട്ടോ. മൂത്ത മോള് പ്രിയങ്കയുടെ നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്യും, ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും. അപ്പം കൊറോണയൊക്കെ വന്ന സമയത്ത് വീട്ടിൽ മെനക്കെട്ടിരുന്ന് ഓരോന്ന് ചെയ്ത് വെച്ചതൊക്കെയാണ്. അപ്പോൾ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കൊച്ചാണ്. അപ്പോൾ അതൊക്കെ ഈ വീട്ടിൽ കാണാനും ഉണ്ട്. എല്ലായിടത്തും ഓരോ പടങ്ങളൊക്കെ വരച്ച് വെക്കും. അപ്പോൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കൂ എൻ്റെ കലാവിരുതുകൾ, എല്ലാവരോടും പറയൂ ഞാനാ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവൾ നല്ലതൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയെ. അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസ് ചെയ്ത് പറക്കിയെടുത്ത സാധനങ്ങളെല്ലാം കൂടെ വാരിക്കൂട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഷേപ്പ് അടിക്കാനുള്ളതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയാൽ മഞ്ഞ ഷേപ്പ് അടിച്ച് തരും. ബാക്കി തയ്ക്കാനുള്ളതെല്ലാം ചേച്ചിയുടെ അടുത്ത് തന്നെ അങ്ങ് വെച്ചു. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് കരിവാളിച്ച് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.